ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ ചികിത്സാ പിഴവെന്ന പരാതിയുമായി നെടുമങ്ങാട് സ്വദേശിയായ യുവതി VMTV ന്യൂസിന്റെ വെഞ്ഞാറമൂട് ഏരിയ റിപ്പോർട്ടറായ ഷിബിയുടെ ഫോണിൽ ഒരു ഫോൺ സന്ദേശം അയക്കുകയും അതും പ്രകാരം VMTV ന്യൂസിന്റെ റിപ്പോർട്ടറായ ശ്യാമങ്ങാട് ആൻഡ് ടീം അവിടെ എത്തുകയും ഡോക്ടർമാരുടെയും ഇരയായ ഷിനുവിന്റെയും ഭാര്യയുടെയും കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതിൽ ഏതാണ് ശരി തെറ്റ് എന്ന് നിങ്ങൾ വിലയിരുത്തൂ. ആരും പരാതി പറഞ്ഞില്ല. പക്ഷെ ഇങ്ങനൊരു ന്യൂസ് വന്നോന്ന് പറഞ്ഞ് നമുക്ക് ഫോൺ മെസ്സേജ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയപ്പോൾ ഞാൻ സൂപ്രണ്ടെന്ന നിലയിൽ OTയുടെ രജിസ്റ്റർ പരിശോധിച്ചു. രജിസ്റ്റർ ഷിനു എന്ന് പറയുന്ന രോഗിക്ക് സർജറി ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതിനകത്ത് ഈ പറയുന്ന കണക്ക് ഗ്ലൗ ഡ്രെയിൻ എന്ന് പറയുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെന്ന് OTയുടെ രജിസ്റ്ററിനകത്ത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പം സർജറി ചെയ്തത് സുരേഷ് ഡോക്ടറാണ്. സാറ് ചീഫ് കൺസൾട്ടൻറ്റ് സർജറിയാണ്. സാറ് ഡീറ്റെയിൽസ് ഞാൻ മൊത്തത്തിൽ അങ്ങ് പറയാം. ശരിക്കും ഒരു സെബേഷ്യസ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു മുഴ, സ്കിന്നിലുള്ളൊരു മുഴയാണ്. ആ മുഴ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞാലും അതിനകത്ത് ഊസിങ് വരും. ആ ഊസിങ് പുറത്ത് പോകാൻ വേണ്ടി നമ്മളൊരു ഡ്രെയിൻ വയ്ക്കും. ആ ഡ്രെയിനാണിത്. അപ്പോൾ ആ ഡ്രെയിൻ സാധാരണ വാങ്ങിക്കാൻ കിട്ടുന്ന ഡ്രെയിനുണ്ട്, പുറത്തുനിന്ന് വാങ്ങണം. അതിനൊരു 800-1000 രൂപയൊക്കെ വിലയുണ്ട്. അതിന് പകരം നമ്മളൊരു ഈ സെറൈൽ ഗ്ലൗസിൻ്റെ ഒരു ചെറിയ കഷ്ണം കട്ട് ചെയ്ത് അതിനുള്ളിലോട്ട് വെച്ചിട്ട് കുറച്ച് പുറത്തോട്ട് വയ്ക്കും. അപ്പോൾ എന്നിട്ട് അതിനകത്ത് പാഡ് വയ്ക്കുമ്പോഴത്തേക്ക് അതുവഴി അകത്തുള്ള കളക്ഷനൊക്കെ പുറത്തേക്ക് വരും. അത് അടുത്ത ദിവസം ഒരു ദിവസം കഴിഞ്ഞു അതെടുത്ത് കളയും. അതാണ് നോർമൽ പ്രൊസീജിയർ. ഇതൊരു നോർമൽ മൈനർ സർജറി. ഒരു നോർമൽ ടെക്നിക്കാണ് ഈ ഡ്രെയിൻ വയ്ക്കുന്നത്. കളക്ഷൻ എടുക്കാനുള്ള ഒരു ടെക്നിക്കാണ്. അത് കോസ്റ്റ് എഫക്റ്റീവായിട്ടായിട്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ടി ഡ്രെയിൻ വാങ്ങിക്കാൻ പോകില്ല. അതിന് ഒരു ചെറിയ ഗ്ലൗസ് എടുത്ത് വയ്ക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് അതെല്ലാം പുറത്തു വരും. നോർമൽ പ്രൊസീജിയർ, നോർമൽ സർജറി, സിമ്പിൾ സർജറി, ഈ ടെക്നിക്ക് നോർമൽ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ടെക്നിക്ക്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തൊരു വലിയൊരു അബ്നോർമാലിറ്റിയുടെ യാതൊരു കാരണവും ഇപ്പോൾ ഉള്ളതല്ല. പിന്നെ പറഞ്ഞിട്ട് അടുത്ത ദിവസം പോയി ഊരി പുറത്ത് മറ്റെവിടെങ്കിലാണെങ്കിൽ അവിടെ പോയി എടുക്കണം, ഇല്ലെങ്കിൽ ഇവിടെ വന്ന് എടുക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അറിയില്ല. രാവിലെ ആയപ്പോഴത്തേക്കും അത് ശസ്ത്രക്രിയക്ക് ശേഷം നല്ല പെയിൻ ഉണ്ട്. രാവിലെ ആയപ്പോഴത്തേക്കും ബ്ലീഡിംഗ് ഉണ്ട്. ബ്ലീഡിങ്ങിന് വേണ്ടിയാണ് അത് വെച്ചേക്കുന്നത്. ആശുപത്രി പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തെടുക്കാമെങ്കിൽ ചെയ്ത സ്ഥലത്ത് തന്നെ പോകണമെന്ന് അവൾ പറഞ്ഞു. ഇങ്ങനെ വലിച്ചാൽ മതി. ചിലപ്പോൾ അതിനകത്ത് ഈ തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടി കൊച്ചൊരു ബൈറ്റ് അതിനകത്തൊന്ന് ചിലപ്പോൾ ഇടും. തെന്നിപ്പോകാതിരിക്കാം, പുറത്ത് വരാതിരിക്കാൻ വേണ്ടി. അതിങ്ങനെ വലിച്ചെടുക്കുകയോ ഒരു ചെറുതായിട്ടൊരു ബ്ലേഡ് കട്ട് ചെയ്തെടുക്കുക, അത് നോർമൽ പ്രൊസീജിയർ. ഇതൊരു തരത്തിലും ഒരു അബ്നോർമൽ കാര്യമല്ല. എല്ലാ സ്ഥലത്തും ചെയ്യുന്ന കാര്യമാണ്. അയാളടുത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പറഞ്ഞു കാണും. ഇത് ഗ്ലോ ട്രെയിൻ വെച്ച പറഞ്ഞേ പറയും. ഇതിനകത്ത് എന്തായാലും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കാറിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ലില്ല, നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അടുത്ത ദിവസം അത് മാറ്റാം. സ്റ്റിച്ച് എടുക്കുന്നവരെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം മാറ്റുമോ അല്ലെങ്കിൽ അടുത്ത ദിവസം അടുത്ത ഡ്രസ്സിങ് വരുമ്പോഴേ ഇതങ്ങ് മാറ്റിയിട്ട് പിന്നെ ഡ്രസ്സിങ് വെച്ച് കൊടുത്താൽ മതി. ഇല്ല, അതുകൊണ്ടാണല്ലോ ഡേ കെയർ സർജറി ആയിട്ട് രാവിലെ ചെയ്ത് ഉച്ചയ്ക്ക് വിടുന്നേ. ഇവിടെ കിടത്തിയിരുന്നെങ്കിൽ ഈ വിഷയമൊന്നുമില്ല. ഈ കിടത്തിയിരുന്ന അടുത്ത ദിവസം ഇതും മാറ്റിയിട്ട് പിന്നെ ഡ്രസ് ചെയ്ത് അല്ലേ വിടുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റൽ സ്റ്റേ ഒക്കെ ഒഴിവാക്കാനാണ് ഇതൊക്കെ സിമ്പിൾ പ്രൊസീജിയർ ഡേ കെയർ സർജറി ആയിട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇത് വെച്ച് വിടുന്നത്. പക്ഷേ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് വെക്കുമ്പോഴേക്ക് അതിലുണ്ടായിരുന്നതുകൊണ്ട് അത് തന്നെ അത് ചിലപ്പോൾ തെന്നിപ്പോയിരിക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു ബൈറ്റ് അതിനകത്ത് എടുക്കും. അത് റബ്ബർ ഗ്ലൗ ഇല്ലേ, അതൊന്ന് വലിച്ചാൽ തന്നെ പൊട്ടി. അവരെന്ത് പറഞ്ഞു എന്നുള്ളതല്ല, ഇതാണ് അതിന്റെ പ്രൊസീജിയർ. നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ശരി. ഇതിനകത്ത് തെറ്റൊന്നുമില്ല.
ആ ട്യൂബ് 1000 രൂപയാണ് ആ ട്യൂബ്. അപ്പം അത് ഒഴിവാക്കാനാണ് ഇത് ചെയ്യുന്നത്. 800-1000 രൂപയാണ്. അത് അവർ പേഷ്യൻ്റ് വാങ്ങിക്കണം, നമ്മളിവിടെ കൊടുക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ രോഗിയോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും അവർക്ക് അത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. നമുക്കറിയില്ല. ശസ്ത്രക്രിയക്ക് ശേഷം നല്ല പെയിൻ ഉണ്ട്, നോക്കിയപ്പോൾ ഗ്ലൗസ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. കാരണം ഗ്ലൗസ് പുറത്തോട്ട് തള്ളി വെച്ചേക്കാണ്. അല്ല, ആദ്യം ശകലം താഴത്തേക്ക് നമ്മൾ ബ്രസ്റ്റിൽ കാണുമ്പോൾ താഴെ സ്റ്റിച്ച് ചെയ്തതായിട്ട് പൊട്ടിയിരിപ്പുണ്ട്. അതിന് താഴേക്ക് നല്ല രീതിയിൽ ഇത് നിൽക്കുകയാണ്. അത് ചേട്ടാ അതിന്റെ പകുതിയിലധികം വെളിയിലാണ്. അതുവഴി കാപ്പിലറി ആക്ഷൻ വഴി ട്രെയിൻ ചെയ്ത് വെളി വരണം, പുറത്ത് വരണം. അപ്പം പുറത്ത് വരുമ്പോൾ അവിടെ പാഡ് വെച്ചിട്ടുണ്ട്. ആ പാഡ് വഴി സോക്ക് ചെയ്തിരിക്കും. എന്നിട്ട് അത് എടുക്കാം. അതാണ് അടുത്ത ദിവസം എടുക്കണമെന്ന് പറയുന്നത്. അടുത്ത ദിവസം അടുത്ത ദിവസം എടുക്കണം. റിമൂവ് ചെയ്യണം. പിന്നെ അത് ചേട്ടാ അത് എടുത്ത് കളയണ്ടേ? അതിന്റെ അകത്ത് വെച്ചേക്കല്ലേ. മുറിവ് ഉണങ്ങുന്നിടം വരെ വെച്ചേക്കണ്ട. ആദ്യത്തെ ഒരു 48 മണിക്കൂർ കൊണ്ട് ഊസിങ് ഒക്കെ നിൽക്കും. അന്ന് അപ്പോഴത്തെ കളക്ഷൻ പഴുപ്പില്ല. അത് അതിനകത്തുള്ള കളക്ഷൻ ആയിരിക്കും. അതിനു വേണ്ടിയാണ് വെച്ചേക്കുന്നത്. ഇനിയിപ്പോ അത് അങ്ങ് എടുത്ത് കളയും, അത്രേ ഉള്ളൂ. പിന്നെ ഡ്രസ് ചെയ്യുള്ളൂ. ഇതൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. വളരെ അപൂർവമായിട്ടെന്നാണ് നമ്മൾ വേറെ ഡോക്ടറെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടൊക്കെയാണ് പരിശോധിക്കുന്നത് അദ്ദേഹം പറയുന്നത്. അപൂർവമൊന്നും അല്ല. ഇതെല്ലാം നമ്മളെല്ലാ ദിവസവും ഒരാൾക്കെങ്കിലും ഇങ്ങനെ ചെയ്യേണ്ടി വരും. കാരണം അല്ലെങ്കിൽ ഈ ട്രെയിൻ വാങ്ങിക്കണം. ഇത് റബ്ബർ കണ്ടന്റാണ്. ഇത് നമ്മുടെ ഗ്ലൗസ്. അതെ, റബ്ബറാണ്. അത് ഈ സ്കിന്നിന് മുറിവ് വാങ്ങുമ്പോൾ റബ്ബർ ഇടുന്നു കഴിഞ്ഞാൽ അത് പാടല്ലേ, അത് ഉണങ്ങി വേണം. അത് ഒരു ദിവസത്തേക്കാണ്ട് വെച്ചേക്കാണ്. അല്ല, റിമൂവ് ചെയ്യാൻ വരണമെന്ന് അവരോട് ഇവിടെ നിന്ന് പറഞ്ഞിട്ടില്ല, അവരായിട്ട് വരുന്നതാണ്. അല്ല, അവരടുത്ത് അടുത്ത ആശുപത്രി പോയി ഇത് ഡ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇതിങ്ങനെ ഇളകി വരും. അതെനിക്ക് അറിഞ്ഞൂടാ. പറഞ്ഞാണ് സാധാരണ വിടാറ്. അതിന് അടുത്ത ആശുപത്രിയിൽ ഡ്രസ് ചെയ്യാൻ പോകുമ്പോ ഇത് ഇടക്കി കളയണം എന്നൊക്കെയാണ് സാധാരണ നമ്മൾ പറഞ്ഞു വിടുന്നത്. ഒരാവശ്യമില്ല, അഡ്മിറ്റ് ആകേണ്ട ഒരാവശ്യമില്ല. ഇവിടെ വന്ന് നമ്മൾ എടുത്തു കൊടുക്കും, അത്രേ ഉള്ളൂ. അത് ഒരു പെശകും നമുക്ക് ഇതിന് വരാനില്ല. ഒരു ട്രെയിൻ അവിടെ വെച്ച് എടുക്കുക, അല്ലെങ്കിൽ അതിനകത്ത് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് എടുക്കുക എന്നുള്ളൂ. അതിനകത്തൊരു അബ്നോർമാലിറ്റി ഇല്ല. തീർച്ചയായിട്ടും ചോദിച്ചാൽ കൊടുത്തല്ലേ പറ്റുള്ളൂ. ചോദിച്ചാൽ കൊടുക്കും. ഇത് 24 മണിക്കൂർ കഴിഞ്ഞ് ഇളക്കേണ്ട സാധനമാണ്. ഇട്ടപ്പത്തിന് നിങ്ങളോട് പറഞ്ഞില്ല. അതൊന്ന് വിശദീകരിക്കാം. പറഞ്ഞിട്ടില്ലെന്ന് വെച്ചാല് ഈ സർജറി എല്ലാം കഴിഞ്ഞ് പിന്നെ റൂമിൽ വന്നപ്പോ ഈ ഫയലും ഡീറ്റെയിൽസ് എല്ലാം അവിടെ നേഴ്സ് റൂമിലിരിക്കുകയായിരുന്നു, ട്രിപ്പിട്ട റൂമിൽ. അപ്പൊ അന്നേരം ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു സ്റ്റിച്ച് എല്ലാം കാണുമെന്ന്. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ സിസ്റ്ററിനോട് ഞാൻ അവിടെ ട്രിപ്പിട്ട സിസ്റ്ററിനോട് ഞാൻ ചോദിച്ചു, പിന്നെ മേഡം ഇതേപോലെ സ്റ്റിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് ഇതൊക്കെ നോക്കിയിട്ട് പറഞ്ഞു സ്റ്റിച്ച് ഉണ്ട്. പിന്നെ 2 ദിവസത്തിലൊരിക്കൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ക്ലീൻ ചെയ്യാനും ഒരാഴ്ച കഴിഞ്ഞിട്ട് സ്റ്റിച്ച് അവിടെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ പോയി എടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒന്നുമില്ല. എന്തിനാ ഡൗട്ട് നമ്മളിവിടെ മെഡിസിൻ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെയും ചോദിച്ചു. അവരും അത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ 24 മണിക്കൂർ കഴിയുമ്പോൾ ഇത് ഇളക്കി മാറ്റാമെന്നാണ് പറയുന്നത്. നിങ്ങളോട് പറഞ്ഞിരുന്നു? ഒന്നും പറഞ്ഞിട്ടില്ല. 24 മണിക്കൂർ മാറ്റണമെന്ന് പറഞ്ഞിട്ടില്ല. റബ്ബർ ഈ ഗ്ലൗസിന്റെ ഭാഗം ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം ഈ ഹോസ്പിറ്റലിൽ കയറുന്ന കാര്യത്തിലെ പേടിയാണ്. അപ്പൊ അങ്ങനെയുള്ളത് അവരെന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയാ, ഞാനിത് ഇങ്ങനെ പറയാതെ വെച്ചോണ്ടിരിക്കുവോ? അതിന്റെ ആവശ്യമില്ലല്ലോ. ഇത് വേദന വന്നപ്പോ സ്വമേധയാ പോയതാ. വേദന വന്നപ്പോ വൈഫ് ആയത് അഴിച്ച് നോക്കിയപ്പോഴത്തേനാ ഇത് കണ്ടത്. അപ്പൊ ഇടയ്ക്ക് ഇതുള്ള വേദനയുണ്ട്, ചെറിയ ഈ പുകച്ചിൽ മുളക് പുകച്ചിലുള്ള ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇവിടെ ഇതല്ല സൈഡിലൂടെ മൊബൈലിന്റെ ഫ്ലാഷ് അടിച്ചു. ഒരു പ്ലാസ്റ്റിക്കിന്റെ ഇതാണ് കിടക്കുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞത് ഇളക്കൊന്നും വേണ്ട, നല്ല മരുന്നെന്തെങ്കിലും വെച്ചേക്കണായിരിക്കും. അപ്പൊ ഇന്നലെ നിർബന്ധിച്ചിട്ടാണ് വേറെ പുറത്തുനിന്ന് ഇതിൽ വെച്ച് കെട്ടാനുള്ള ഡ്രസ്സും മരുന്നും എല്ലാം വാങ്ങിയിട്ട് ചൂടുവെള്ളമൊക്കെ എടുത്ത് നല്ല നനച്ചിട്ട് ഇത് സ്റ്റിക്കർ ഇളക്കിയപ്പോഴത്തന്നെ കണ്ടത്. ഇങ്ങനെ ഒരു കാര്യം ഇട്ടിട്ടുണ്ടെന്ന്, അതായത് ഗ്ലൗവിന്റെ ഭാഗം ഇട്ടിട്ടുണ്ടെന്നും അത് 1 ദിവസമോ 2 ദിവസമോ കഴിയുമ്പോൾ മാറ്റമൊന്നും നേഴ്സ് പറഞ്ഞിട്ടില്ല. ഇല്ലല്ലോ, ഒന്നും പറഞ്ഞിട്ടില്ല. നേഴ്സ് എന്താ പറഞ്ഞത്? ഡോക്ടറും വേറെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഈ നേഴ്സിനോട് ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോഴത്തേനാ പറഞ്ഞത്, ഇത് എടുത്ത് ഫയൽ നോക്കിയിട്ട് പറഞ്ഞതാ ഇത് പുറത്തുള്ള ആശുപത്രിയിൽ പോയിട്ട് 2 ദിവസത്തിലേക്ക് പോയി ക്ലീൻ ചെയ്യണം, അതായത് കെയർഫുൾ ആയിട്ട് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കണമെന്നും
സ്റ്റിച്ച് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞ്. ഇല്ലല്ല പറഞ്ഞു. ഇതിപ്പോ നിങ്ങളടുത്ത് ഈ ട്രെയിൻ വാങ്ങുന്നതിന് വേണ്ടി 800 രൂപ മുതൽ 1200 രൂപ വരെയാവും. അത് നിങ്ങളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവര് ഇല്ലില്ല അങ്ങനെയൊന്നുമില്ല. അതായത് ഇവിടെ കാണിച്ചപ്പോ പറഞ്ഞതെന്ന് വെച്ചാല് അങ്ങനെ ഒരു കാര്യം അവര് പറഞ്ഞിട്ടില്ല. ഈ പൈസയുടെ കാര്യമോ വേറെ ട്യൂബ് മേടിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഡ്രസ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഇടേണ്ട ഡ്രസ്സ് മാത്രം അവർ എഴുതി തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ മേടിക്കുകയും ചെയ്തു. കൊണ്ട് രാവിലെ 8 മണിക്ക് വരാൻ പറഞ്ഞു. അത് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഒരു മാസം ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അന്ന് സർജറി കഴിഞ്ഞു. അവനെ അവരടുത്ത് ചോദിച്ചു കഴിഞ്ഞിറങ്ങി വന്നപ്പോ എന്ത് പറഞ്ഞെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല. ഒരാഴ്ച കഴിയുമ്പോൾ സ്റ്റിച്ച് അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റണം, ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. റിമൂവ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് റിമൂവ് ചെയ്യേണ്ടതാണ്. ആ ഒരു ഇതിന് പറയുന്ന പ്രൊസീജിയർ വെച്ച് കണക്കാക്കുകയാണെങ്കിൽ ആ ഗ്ലൗസ് കൂടെ റിമൂവ് ചെയ്യേണ്ടതാണ്. അപ്പോ അതാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന്. ഇല്ല, അങ്ങനെയാണെങ്കിൽ പറയാലോ. നമ്മൾ ഊരുമ്പോ നമ്മൾ ഭയക്കത്തില്ലേ? ഇത് കണ്ടാൽ തന്നെ അറിയാം. കയ്യിൽ ഇട്ടിരിക്കുന്ന ഗ്ലൗസിന്റെ പീസ് കണ്ടാൽ തന്നെ അറിയാം. ഈ വേദനയുടെ ഇത് കാരണം നമ്മൾ നെടുമങ്ങാട് ആശുപത്രി പറഞ്ഞിട്ട് കൊണ്ട് കാണിച്ചായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടെന്നെങ്കിൽ അവര് പറയണ്ടേ? ഉണ്ടെങ്കിൽ ആ ഡോക്ടേഴ്സ് എന്താ പറയാറ്? നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ ഇന്നലെ രാത്രി ഇതിന്റെ ഇത് കണ്ടപ്പോഴത്തേന് നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് പരസ്പരം നോക്കുന്നുണ്ട്, ചെയ്ത് വെച്ചിരിക്കുന്നത് ചോദിക്കുന്നുണ്ട്. അവരടുത്ത് കാണിച്ചപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഇത് ഒന്നീ രാവിലെ ഓഫീസിൽ ഒന്ന് കാണിച്ച് അഡ്മിറ്റ് ചെയ്യണം, അതല്ലെന്നുണ്ടെങ്കിൽ ഇത് സർജറി ചെയ്തിട്ട് തന്നെ കൊണ്ട് കാണിക്കണം എന്നാണ്. ഇന്ന് തന്നെ പോകാൻ ഇങ്ങനെ ഒരു അവര് പറയുന്നതാണെന്ന് പറയുന്നത്. അവര് പരസ്പരം അവിടെ പറയുന്നുണ്ട് ഇത് ഗ്ലൗസ് അല്ലേ, എന്തെങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് അവര് ചോദിക്കുന്നു. വലിച്ചു പഠിച്ചെടുത്ത് തന്നെ ബ്ലീഡിംഗ് ആവുന്ന പറഞ്ഞു. ബ്ലീഡിംഗ് ആയി കൂടി ഇങ്ങനെ പഴുപ്പ് ഇങ്ങനെ പഴുപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ചെയ്തത് എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല? ഇവര് പറഞ്ഞിട്ടില്ല. ഓക്കെ, എങ്കിൽ ഇന്നലെ നമ്മുടെ നെടുമങ്ങാട് ആശുപത്രി അവര് പറയണ്ടേ? അത് ഇട്ടേക്കുന്നതാണെന്ന് അവര് പറയണമല്ലോ. നിലവിൽ ആശുപത്രിയിൽ പരാതി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇല്ല, ഇന്നലെ രാത്രിയിൽ നമ്മൾ കാണുന്നത്. ഇന്ന് രാവിലെ വരാൻ കണക്കിന് നിന്നപ്പോഴാ ഇങ്ങനെ ഒരു ന്യൂസ് പറഞ്ഞിട്ട് വരാന്ന് വിചാരിച്ചു. കാരണം എന്നും നമുക്ക് സംഭവിച്ചു, വേറെ ആർക്കും സംഭവിക്കില്ല. ഇനിയിപ്പോ പോണമല്ലോ, ചോദിക്കണമല്ലോ ഇത് സംഭവം എന്താണ്. അവരിങ്ങനെ പറഞ്ഞാൽ അവര് നേരത്തെ ക്യാഷിന്റെ കേസ് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞു. അത് കള്ളവല്ലേ അവര് പറഞ്ഞു. ഏത് അസുഖങ്ങൾക്കും ഏത് ആവശ്യങ്ങൾക്കും ഒരു സാധാരണക്കാരൻ ഓടി എത്തുന്ന ഇടം ജനറൽ ഹോസ്പിറ്റൽ, സർക്കാർ ഹോസ്പിറ്റലുകൾ. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഇങ്ങനായാൽ സാധാരണക്കാരായ പൊതുജനങ്ങളായ നമ്മൾക്ക് സുരക്ഷ ആര് ഈ നാട്ടിലൊരുക്കും? ഇതൊക്കെ ചിന്തിക്കേണ്ട കാലം മാറിയിരിക്കുന്നു. ക്യാമറമാൻ ബിനു പൊന്നുമംഗലത്തിനൊപ്പം ശ്യാം മങ്ങാട്, BMTV ന്യൂസ്.